ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി, അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഇഞ്ചി, പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നീളത്തിൽ അല്ലെങ്കിൽ ഒന്ന് അടമുറിച്ചതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 സവോളയാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ ക്യാപ്സിക്കം മീഡിയം സൈസ് 2 ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യാം. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനിവിടെ 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് തന്നെ നമുക്ക് കോൺഫ്ലവർ കൂടി കലക്കി വയ്ക്കാം. സവാളയും ക്യാപ്സിക്കത്തിൻ്റെ ഒരു പച്ചപ്പും വരച്ച ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂണ് സോയാ സോസ്, അതുപോലെ 1/4 കപ്പ് ടൊമാറ്റോ സോസും, അതുപോലെ 1 ടീസ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കലക്കി വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ കോൺഫ്ലവറാണ് 250 ml വെള്ളത്തിലാണ് കലക്കി വെച്ചിട്ടുള്ളത്. അത് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് വെള്ളം കൂടി കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇവിടെ 500 ml വെള്ളമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് തീ കൂട്ടി വെച്ച് തന്നെ ഒന്ന് തള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കുന്നതനുസരിച്ച് കുരുമുളക് പൊടിയുടെ എരിവ് നമ്മൾ ശ്രദ്ധിച്ച് ചേർക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മല്ലിയില ചേർത്ത് നമുക്കിത് സെർവ് ചെയ്യാം.